നിനക്ക് എന്റെ അനിയത്തിനോട് തുറന്നോ തുടങ്ങോടാ. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ആളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും അയാളുടെ കർണത്തടിച്ച് തക്ക മറുപടി കൊടുക്കും. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇവരുടെ ലൈവ് സെക്ഷൻ കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഒരു ന്യൂസ് ചാനലിലാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കി കണ്ടുവെന്നേ ഉള്ളൂ. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. അവരുടെ അനിയത്തിനെ ബസ്സിലിരുന്ന ഒരാൾ കയറി, അതും വെള്ളയൊക്കെ ഇട്ട് ഭയങ്കര സൂപ്പർ, എന്താ പറയുക, വലിയ ബാനിയനായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പം ആ ചേച്ചി ഭയങ്കരമായിട്ട് നല്ല ചെകിട് നോക്കി പൊട്ടിച്ചിട്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് നല്ല, എന്താ പറയുക, ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി മേലിൽ അയാൾ വേറൊരു പെൺകുട്ടിയുടെ നോക്കുമ്പോഴും അയാളുടെ കൈ മറ്റൊരു പെൺകുട്ടിയുടെ മേലെ ശരീരത്തിൽ തൊടണം എന്ന് അയാൾക്ക് തോന്നുമ്പോഴും ഈ ഒരു മറുപടി അയാൾ മരണം വരെ മറക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ് ഫീൽ ചെയ്തു ആ ചേച്ചീനെ ആലോചിച്ചിട്ട്. കാരണം ഇന്നിപ്പോൾ 2025 എന്നാലും ഇന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സിറ്റുവേഷൻസിലൂടെ പോകുമ്പോൾ മിണ്ടാണ്ട് പേടിച്ച് നിൽക്കുന്ന പെൺകുട്ടികൾ. എനിക്ക് 26 വയസ്സായി. ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ ഞാൻ പോയി. ബസ്സിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, ആ ഒരു ഗ്യാപ്പിലൂടെ പെൺകുട്ടികളെ ശരീരത്തിൽ കയറി തൊടുന്ന ഒരു വൃത്തികെട്ട നികൃഷ്ട ജീവി. അന്ന് എനിക്കതിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. 7ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ അന്ന് പേടിച്ചു പോയി. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് പേടിക്കാൻ. ഇന്നും ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ അതേപോലെ ഉണ്ടെങ്കിൽ അന്ന് എൻ്റെ ഉള്ളിലുണ്ടായൊരു എന്താ പറയുക, ടെൻഷൻ, എന്തൊക്കെയോ ഒരു അവസ്ഥ, അതെങ്ങനെയാണ് ഫലിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിലൂടെ പോയി. അന്നത് അച്ഛനോടത്തും അമ്മയോടത്തും പറയാൻ പേടിയായിരുന്നു. പിന്നെ ആരുടെയും പറഞ്ഞാൽ തന്നെ പറയും, ആരോടും പറയണ്ട കേട്ടോ, ആൾക്കാരറിഞ്ഞാൽ മോശമാണെന്ന്. മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരത് ഒരു കളി തമാശയായിട്ട് അവളെ തോണ്ടിയത്ര ആ ഒരു ലെവലിൽ അവരും എടുത്തു. അപ്പം അന്ന് ഞാൻ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഇത് പറയാൻ പാടില്ല, ഇത് മോശമാണ്, ആൾക്കാരെന്നെ മോശം പറയും. അപ്പോൾ മോശമാവുന്നത് ഞാനാണോ? ചെയ്ത അയാളുടെ പ്രവൃത്തിക്ക് മോശമാവുന്നത് ഞാനാണ്. ഇത്തരം സിറ്റുവേഷൻ ഇന്നും അതുപോലെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നിപ്പോൾ ആ ചേച്ചി അയാളിട്ട് ചെകിട് നോക്കി പൊട്ടിച്ചിട്ടും അത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെ നിന്ന് ഒരാൾ പോലും അനങ്ങിയില്ല. ഒരാൾ പോലും ചോദിച്ചില്ല, എന്താ പറ്റിയേ, എന്തിനാ മോളെ അടിച്ചത്, ഇയാൾ എന്താ ചെയ്തത്, ഇതൊന്നും ചോദിക്കാൻ ചങ്കൂറ്റമുള്ള ഒരാൾ പോലും ആ ബസ്സിലില്ലായിരുന്നു. അപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് പലപ്പോഴും പെൺകുട്ടികൾ പേടിച്ചിട്ട്, ഓക്കെ, ഞാൻ ഇവിടെ പ്രതികരിച്ച മോശമാവുന്നത് ഞാൻ തന്നെയാണ്, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നികൃഷ്ടമായൊരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്തിട്ട് അയാൾക്ക് നേരെ വിരൽ പോവാണ്ട് എങ്ങനെയാണ് നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ആൾക്കാർ? അതിൽ ആ ചേച്ചി പറയുന്നുണ്ടായി, പല ആൾക്കാരും കമൻറ്റ് ചെയ്തു, എന്തിന് അനിയത്തി അത്ര നേരം അവിടെ ഇരുന്ന് കൊടുത്തു എന്നൊക്കെ. ഒരാൾ പോലും ചിന്തിക്കുന്നില്ല ഇയാളുടെ ഇത്രയും വൃത്തികെട്ട പ്രവൃത്തി നാളെ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പേരക്കുട്ടികൾക്കും അങ്ങനെ എല്ലാവരുടെ നേരെയും ഇയാളുടെ കൈ പോവും. കാരണം ഇയാളുടെ ഒരു വൃത്തികെട്ട മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ ഇനി അയാൾ ഒരാൾക്ക് നേരെ, ഒരു പെൺകുട്ടിക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ തീർച്ചയായും മരണം വരെ അയാൾ ഈ ഒരു പ്രവൃത്തി ഓർത്ത് കിട്ടും. ഇയാൾക്ക് കിട്ടിയ ഈ അടിയുടെ ചൂട് മരണം വരെ അയാൾ മറക്കില്ല. ഇനി പറയാനുള്ളത് ഞാനടങ്ങുന്ന ഈ പെൺ സമൂഹത്തോടാണ്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ബോൾഡായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പേടിച്ച് മിണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ആയുധം. അപ്പോൾ അങ്ങനെ ഒരു ആയുധം ഇനി ഒരിക്കലും അവരുടെ കയ്യിൽ കിട്ടരുത്. കൃത്യമായി പ്രതികരിക്കുക, തക്കതായ മറുപടി കൊടുക്കുക. പിന്നീട് ഒരിക്കൽ വേറൊരു സ്ത്രീയുടെ നേരെ അവരുടെ കൈ പൊങ്ങരുത്. അതിനു മുന്നേ അവരൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളിപ്പോൾ കണ്ടില്ല, ആ ബസ്സിൽ ഒരാൾ പോലും ഒന്നുപോലും ചോദിച്ചില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് അവരൊക്കെ. അതിൽ ഏട്ടന്മാരുണ്ടാവും, അച്ഛന്മാരുണ്ടാവും, അമ്മമാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും. ഇവരാരും പ്രതികരിച്ചില്ല. അപ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രതികരിക്കണം. വേറെ ആരും മുന്നിട്ട് ഇറങ്ങില്ല. പേടിച്ച് പിന്നോട്ട് നിൽക്കുമ്പോൾ അവർക്കതൊരു തരമാണ്. മിണ്ടൂല, മോശ സ്ത്രീ എന്ന് മുദ്ര കുത്തപ്പെടുന്നത് നമ്മളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിണ്ടില്ല എന്നുള്ള ധൈര്യമാണ് അവർക്ക് പലപ്പോഴും. അങ്ങനെയൊക്കെ ഇത്തരക്കാർക്ക് പിന്നീട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ രഞ്ജു. ബൈ.